ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമുക്ക് ഒരു ഫാമിലി ഓഫ് കരിമീനെ കിട്ടിയിട്ടുണ്ട്. ഒരു ഫാമിലി ഓഫ് കരിമീനെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 2 വലിയ കരിമീനും ഒരു കുഞ്ഞു കരിമീനെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഫാമിലി ഓഫ് കരിമീനെന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയില്ല ഫാമിലിയാണോ അല്ലയോ എന്ന്. എനിവേ അപ്പോൾ ഈ കരിമീനെ ഇന്ന് പൊള്ളിക്കുന്ന വീഡിയോ ആണ്. കരിമീനും മീനും എല്ലാം കണ്ടുകൊണ്ട് എൻ്റെ മിട്ടുപൂച്ച ഓൾറെഡി ഇവിടെ പ്രസൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പൊള്ളിക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിലെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ കരിമീനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതാണ്. കരിമീനിൻ്റെ മുള്ളിൽ നിന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മുള്ളായതുകൊണ്ട് തന്നെ ഇത് വെട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ എവിടൊക്കെ മുറിയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല കട്ടിയുള്ള മുള്ളാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ചെത്തി വേണം എടുക്കാൻ. അല്ലാതെ ഇതിൻ്റെ തോൽ ഇങ്ങനെ ഉരിഞ്ഞെടുത്താൽ അതിന് എത്ര കണ്ടോ ടേസ്റ്റ് കിട്ടാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഇങ്ങനെ തൊലി കളയാതെ ചെത്തി എടുക്കണം. അപ്പം നല്ല വൃത്തിയായിട്ട് ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വരയിട്ട് കൊടുക്കുക. ഇതിന് ഫുള്ള് വരയിട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല കേട്ടോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കുക. ഈ കരിമീൻ ഈ പറയുന്നത്ര ഹൈപ്പുള്ളൊരു മീനാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഈ കരിമീനേക്കാളും എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് സിലോപ്പിയ ഫീൽ ചെയ്തിട്ടുണ്ട്. സിലോപ്പിയ ഒത്തിരി വലിയ സിലോപ്പിയ ആണെങ്കിൽ അതിന് ചേരേണ്ട ചുവ കാണും. പക്ഷേ അത്യാവശ്യം വലിയ വലുപ്പമൊന്നും ഇല്ല എങ്കിൽ, വലുതായിട്ട് ചേരേണ്ട ചുവയൊന്നും ഇല്ലെങ്കിൽ സിലോപ്പിയും പൊള്ളിച്ചൊക്കെ കഴിക്കാൻ നല്ല ഒരു മീൻ തന്നെയാണ്. ഓക്കെ, എനിവേ അതല്ലല്ലോ നമ്മുടെ ടോപ്പിക്ക്. അപ്പം നമ്മളിതിന് ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ റെസ്റ്റിന് വെച്ചതിന് ശേഷം നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ നമ്മൾ അധികം മൂത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇനിയും നമ്മളിതിനെ തേങ്ങാപ്പാലിലൊക്കെ ഇട്ട് എഗെയിൻ വേവിക്കുന്നുള്ളത് കൊണ്ട് അത്ര കണ്ട് മൂത്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ വറുത്തെടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു ചട്ടി വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് വേണമെങ്കിൽ ഇട്ടാൽ മതി. കടുക് ഇട്ടു. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. പിന്നെ അതിനകത്തോട്ട് ഒരു സവോള നല്ല ചോപ്പ് ചെയ്തത് ഇട്ടു. പിന്നെ ഈ സവോള എല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്യണം. അതിലും ഇതുപോലെ തന്നെ മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം ചേർത്തിട്ടായിരുന്നു നല്ലപോലെ മിക്സ് ആക്കിയത്. അതിനകത്തോട്ട് നമ്മുടെ മെയിൻ സാധനം തേങ്ങയുടെ പാലെടുത്തത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീനിനെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് മെയിനായിട്ട് ടേസ്റ്റ് കിട്ടാൻ ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യണം. കുരുമുളക് പൊടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ കുരുമുളക് പൊടി ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അവസാനം അതിനെ പുതിയ കുരുമുളക് എടുത്ത് പൊടിച്ചാണ് ചേർത്തത്. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി എല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി വാഴയിലയിലാണല്ലോ നമ്മൾ കരിമീൻ പൊള്ളിക്കുന്നത്. പക്ഷേ എനിക്ക് വാഴയില എടുക്കാൻ പോകാനുള്ള മടി കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് രാത്രിയിലുമാണ്. അതുകൊണ്ട് എനിക്ക് അത് വാഴയിലല്ല ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ വറ്റിച്ചെടുത്തതേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ കരിമീൻ പൊള്ളിക്കാറ്. അപ്പം ഓക്കെ, ബൈ.